Amen. Hallelujah. കർത്താവ് നല്ലവൻ. Amen. കർത്താവ് നല്ല അല്ലേ? Amen. A man of God or somebody said that we Christians we don't say lies but we sing lies. ഒരു വ്യക്തി ഇങ്ങനെ പറയുകയുണ്ടായി, ക്രിസ്ത്യാനികള് നുണ പറയാറില്ല പക്ഷെ പാടാറേ ഉള്ളൂ. We just sang, right? യേശു നല്ലവൻ, അവൻ വല്ലവൻ. യാസ് നല്ലവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡൗട്ട്, ഈ നല്ലവനല്ലയോ, എങ്ങാണം വല്ല വഴിതെറ്റി പോയോ കർത്താവ് എന്നല്ലേ? ആണോ? അല്ലേ? ദൈവം നല്ലവനല്ലേ? Amen. Is God good? Sure? Lock kiya jaye? Okay, good. Amen. I mean, I believe that God is a good God. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നല്ല ദൈവമാണ്. ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല. We met with an accident and this is my first Sunday service after the accident that happened. ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾക്ക്, അതിനുശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. Even when an accident happens, this is something I want us to know. God is a good God. ഈ ആക്സിഡന്റ് നടന്നാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ദൈവം നല്ല ദൈവമാണ്. Amen. ആമേൻ. Why do I say that God is a good God? എന്തുകൊണ്ട് ഞാനത് പറയുന്നു ദൈവം നല്ല ദൈവമാണെന്ന്? During that accident, I had a lot of learning things that I learned a lot of things. ആ ആക്സിഡന്റ് സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. One of the things that I learned was the power of the spirit man that I carry. ആദ്യത്തെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എൻ്റെ ആത്മമനുഷ്യന്റെ ബലത്തെക്കുറിച്ചാണ്. And some of you that came to the burning altar heard that testimony. നിങ്ങളിൽ ചിലർ ബർണിംഗ് ഓൾട്ടറിൽ വന്നവർ ആ സാക്ഷ്യം കേൾക്കുകയുണ്ടായി. But those of you who are probably not, who are not there on that day, I just want to repeat it. Even while the worship was going on, I was reminded of that. അന്ന് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ആവർത്തിക്കുകയാണ്. ആരാധനയുടെ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തു. Because we were singing that Maranathe Jayichavan, yeah, the Lord who won the death, had a victory over death as well. മരണത്തെ ജയിച്ച യേശുവിനെ കുറിച്ചാണ് നാം പാടിയത്. Are we ever afraid of death? നമ്മൾ മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടോ? No, we are not afraid of death. നാം അങ്ങനെ മരണത്തെ ഭയപ്പെടുന്നില്ല. It is only a passing on to become with Jesus or to be with Jesus forever. എന്നേക്കുമായി യേശുവിനോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് ഉള്ള ഒരു മാറ്റം മാത്രമാണ് മരണം. Right? ഈ ലോകം എന്തായാലും ഒരു ദിവസം വിടണം. Correct? Are we here forever? നാം എന്നേക്കുമായിട്ടാണോ ഇവിടെ ഉള്ളത്? Anyone who feels that okay we are going to be on earth forever and ever? എന്നേക്കുമായിട്ട് ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Welcome to Ooty. Nice to meet you. I would like to meet you after the service. ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ The Bible clearly says that one day we will all die. തിരുവചനം പറയുന്നത് നാം ഒരു നാൾ മരിക്കുമെന്നുള്ളത്. And from life's experience we also know that all of us will die one day. ജീവന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ്, നാം എല്ലാവരും ഒരു നാൾ മരിക്കും. For those of us who know the Lord Jesus Christ, we have hope. യേശുവിനെ അറിയുന്നവർക്ക് വലിയ പ്രത്യാശയുണ്ട്. Amen. That we will be with Jesus forever and ever. നാം എന്നേക്കുമായി യേശുവിനോട് കൂടി ആയിരിക്കുമെന്നുള്ള ആ പ്രത്യാശ. On earth we are with Jesus. ഭൂമിയിൽ നാം യേശുവിനോട് കൂടി ആകുന്നു. But after earth's lifespan, we are also going to be either with Jesus or with the devil. With the devil or in hell. ഭൂമിയിലെ ജീവിത സമയം കഴിയുമ്പോൾ ഒന്നുകിൽ യേശുവിനോട് കൂടെ അല്ലെങ്കിൽ നരകത്തിൽ എന്നുള്ളതാണ് വ്യവസ്ഥ. And on earth, ഭൂമിയിൽ we have a choice to make. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. And that is to say yes to Jesus or to say no to Jesus. അത് യേശുവിനോട് ഉവ്വ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുവാനുള്ള തിരഞ്ഞെടുപ്പാണ്. And if there's anyone here today or online who is watching who has not said yes to Jesus, യേശുവിനോട് ഇന്ന് വരെ ഉവ്വെന്ന് പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, I want to give you a chance. ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ്. It's very simple. അത് വളരെ ലളിതമാണ്. All of us have sinned. നാം എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. The Bible clearly says there's not even a single person who has not sinned. തിരുവചനം പറയുകയാണ് പാപം ചെയ്യാത്ത ആരുമില്ല. And we have all, in one way or the other, we have committed sin and turned our affection away from Jesus. നാം ഏതെങ്കിലും ഒരു രീതിയിൽ പാപം ചെയ്ത് യേശുവിന്റെ സ്നേഹം നാം നഷ്ടമാക്കിയിട്ടുണ്ട്. And we have probably said yes to the ways of the world. ലോകത്തിന്റെ വഴികളോട് നാം ഉവ്വെന്ന് പറഞ്ഞിട്ടുമുണ്ട്. But the Lord is tugging on our hearts. എന്നാൽ ഇന്ന് യേശു നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. Through his spirit. തന്റെ ആത്മാവിലൂടെ. And he's telling us, hey, will you allow me to come into your life? ഇന്ന് യേശു നമ്മളോട് ചോദിക്കുകയാണ്, താങ്കളുടെ ജീവിതത്തിലേക്ക് വരുവാൻ എന്നെ അനുവദിക്കുമോ? And if you have not said yes to Jesus, ഇതുവരെ നിങ്ങൾ യേശുവിനോട് ഉവ്വ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ, to be with him forever, എന്നേക്കുമായി യേശുവിനോട് കൂടെ ആയിരിക്കാൻ, I want you to close your eyes. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് and
pray after me. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Lord Jesus, യേശു കർത്താവേ, I believe ഞാൻ വിശ്വസിക്കുന്നു that you died for me, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, that you were buried, അങ്ങ് അടക്കപ്പെട്ടു, that you are alive, you rose from the dead, അങ്ങ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് and you are the Lord of my life. ഇന്ന് അങ്ങ് എൻ്റെ ജീവന്റെ കർത്താവാകുന്നു. And I give you permission അങ്ങേക്ക് ഞാൻ അനുവാദം നൽകുന്നു to be the Lord, എൻ്റെ കർത്താവാകുവാനായി, to be my Savior, എൻ്റെ രക്ഷകനാകുവാൻ, and I want to be with you, അങ്ങയോടൊപ്പം ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. and I give myself to you. ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് നൽകുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. And if you have said that prayer for the very first time, നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ആ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, whether it's online അത് ഓൺലൈൻ ആണെങ്കിലും or anyone here, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിലും, after the service we would like to meet up with you and pray with you and connect with you. സർവീസിന് ശേഷം നിങ്ങളെ കാണുവാനും നിങ്ങളോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Because you're part of the big family. കാരണം നിങ്ങൾ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമായിരിക്കുന്നു. Amen. This is a big family of the body of Christ. ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന വലിയ കുടുംബമാകുന്നു. And so I just want you to know that Jesus has won this victory over death. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മരണത്തിന് മേലുള്ള ജയം യേശുക്രിസ്തു അത് എടുത്തിരിക്കുകയാണ്. On July 24th, when we met with this accident, one of the things that the Holy Spirit taught me was the fact that the spirit man within us is very powerful. ജൂലൈ 24-ാം തീയതി ഈ ആക്സിഡന്റ് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ആത്മമനുഷ്യൻ വളരെ ശക്തനാണ്. So on the way on the ambulance, ആംബുലൻസിൽ ഇരിക്കുമ്പോൾ one of the doctors here saw me praying in tongues. ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്, അദ്ദേഹം കാണുകയുണ്ടായി ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുന്നത്. I didn't know what had happened to me because the blood was coming out and I could only hear the cries of people around me. എനിക്ക് അറിയുകയില്ലായിരുന്നു എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം ഇങ്ങനെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കരച്ചിലുകൾ മാത്രം എനിക്ക് കേൾക്കാമായിരുന്നു. I could hear this loud voice or cry saying that ayyo Leena kutta endu vetti, and I was like ayyo full poyen thonu kolavayen thonu, and that's all that I understood. So I didn't know what shape and form I was in. അതുകൊണ്ട് ഞാൻ ഏത് രൂപത്തിലാണെന്ന് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. And I thought I was dying. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോവുകയാണ്. That was how the cry was around me. അപ്പോൾ ചുറ്റുമുള്ള ബഹളം അങ്ങനെ ആയിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. And then I saw my sister. അതിനുശേഷം ഞാൻ സഹോദരിയെ കണ്ടു. And I saw my fellow travelers also who were with me. ഞങ്ങളോട് ഒന്നിച്ച് സഹയാത്രികരെയും ഞാൻ കാണുകയുണ്ടായി. I saw them and I said, okay, they are not so bad, so I must not be that bad. അപ്പം അവർക്ക് വലിയ കുഴപ്പമില്ല, അപ്പൊ എനിക്കും വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും. But then in the ambulance I felt this voice, the Holy Spirit telling me, I want your spirit man to take charge. അപ്പോൾ എൻ്റെ അകത്ത് ആംബുലൻസിലായിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നിന്റെ ആത്മമനുഷ്യൻ നിയന്ത്രണം എടുക്കണം. For those of you who missed the session on the spirit man by Pastor Kavita, I want you to go back and listen to that message. ആത്മമനുഷ്യനെ കുറിച്ചുള്ള സെഷൻ പാസ്റ്റർ കവിത എടുത്തത് ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു പോയി അത് കേട്ടാട്ടെ. But I want to share my testimony. എന്നാൽ ഞാൻ എൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറയട്ടെ. I was hearing also the comments of people around saying that ഈ ആളുടെ എല്ലുകളെല്ലാം തകർന്നിരിക്കുകയാണ്. The bones must be crushed for sure. അപ്പോൾ ചുറ്റുമുള്ള വ്യക്തികൾ ഇങ്ങനെ പറയുന്ന കേൾക്കാം, അതായത് എല്ലുകളെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടാകാം. And somebody said that തലയ്ക്കകത്ത് മൊത്തം ഫ്രാക്ചർ ആകാനേ വഴിയുള്ളൂ. ഒരാൾ ഇങ്ങനെയും പറയുകയുണ്ടായി. And so we are hearing all kinds of voices, right? വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ നാം കേൾക്കുകയാണ്. So whose report do we believe? നാം ആരുടേതായിട്ടുള്ള റിപ്പോർട്ടാണ് വിശ്വസിക്കുന്നത്? And so I had to intentionally listen to the voice that I was hearing. അതുകൊണ്ട് ഞാൻ കേൾക്കേണ്ട സ്വരം ഏത് എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ടതായി വന്നു. And that was the voice that said, allow your spirit man to take charge. അപ്പം ആ സ്വരം ഇങ്ങനെ പറഞ്ഞു, അതായത് നിന്റെ ആത്മമനുഷ്യനെ നിയന്ത്രണം എടുക്കാനായിട്ട് അനുവദിക്കുക. So we are a spirit, we live in a body, and we have a mind, an emotion and a will. അപ്പോൾ നാം ആത്മാവാകുന്നു, നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ഇച്ഛയുണ്ട്, നമുക്ക് വികാരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നാം ഒരു ശരീരത്തിൽ ജീവിക്കുന്നു. So we are a spirit man. നാം ആത്മമനുഷ്യനാകുന്നു. We are living in this body. നാം ശരീരത്തിൽ ജീവിക്കുന്നു. We have a mind, M. നമുക്ക് ഒരു മനസ്സുണ്ട്. We have an emotion, E. നമുക്ക് വികാരങ്ങളുണ്ട്. We have a will, W. നമുക്ക് ഇച്ഛ ഉണ്ട്. Mind, emotion and will is the soul part of us. ആ മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ ദേഹി എന്ന് പറയുന്നത്. And so
when I heard the spirit man has to take charge of your situation, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ നിയന്ത്രണം എടുക്കണമെന്ന് ഞാൻ കേട്ടപ്പോൾ the only thing that I knew about the spirit man taking charge was to speak in tongues. അപ്പോൾ എനിക്ക് ആ സമയത്ത് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. One, I was in shock for sure. ഒന്ന്, തീർച്ചയായിട്ടും ഞാനൊരു ആഘാതത്തിൽ തന്നെ ആയിരുന്നു. So my mind was not thinking properly. അതുകൊണ്ട് ശരിയായിട്ട് എനിക്ക് ചിന്തിക്കുവാൻ ആ സമയത്ത് കഴിയുന്നില്ല. I was definitely hearing all the voices around. ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുകയാണ്. But thank God for the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So I started speaking in tongues. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. In the ambulance. ആംബുലൻസിൽ. And I had my doctor that finally was asking, Chechi, are you okay? I thought maybe I had gotten cuckoo, you know. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറിന് പെട്ടെന്ന് ഒരു സംശയം തോന്നി, എന്തെങ്കിലും പ്രശ്നമായോ ഇനിയും എന്ന് സംശയം തോന്നി. And by the way she was asking, I thought, okay, maybe the way that I am speaking in tongues must be looking as if I am mad, you know. അപ്പോൾ ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും എന്തെങ്കിലും ഭ്രാന്തായോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെ തോന്നി. But I was very aggressive in speaking in tongues. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരുന്നു. And then I had that inner man strength, because the Bible says when you speak in tongues your spirit man gets edified. അപ്പോൾ എനിക്ക് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അതായത് 1 കൊരിന്ത്യർ 14 പറയുന്നത് പോലെ, അതായത് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുന്നു. Amen. വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? Hallelujah. So I started speaking in tongues. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. Suddenly faith started rising up. പെട്ടെന്ന് വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. And I started commanding to my internal organs. ഞാൻ എൻ്റെ ആന്തരിക അവയവങ്ങളോടെല്ലാം ഞാൻ കൽപ്പിക്കുവാൻ തുടങ്ങി. Everything in this body has to align to godly order. ഈ ശരീരത്തിലെ സകലതും ദൈവിക ക്രമത്തിലേക്ക് ക്രമീകരിക്കപ്പെടണം. If there is a fracture, you have to align to godly order. അവിടെ ഒരു ഒടിവുണ്ടെങ്കിൽ ആ ഒടിവ് ദൈവിക ക്രമത്തിന് അത് ക്രമീകരിക്കപ്പെടണം. Honestly, did I have all the faith? I didn't have all the faith. എനിക്ക് എല്ലാ വിശ്വാസവും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. But then Jude also says, the book of Jude says that when you pray in the spirit, you build your most holy faith. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ നാം കാണുന്നത് എന്ന് പറയുന്നത്, നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തിൽ നാം ബലപ്പെടുന്നു എന്ന് പറയുകയാണ്. I want us to speak in tongues for a few minutes now. അല്പ നിമിഷം നമുക്ക് അന്യഭാഷയിൽ നമുക്ക് സംസാരിക്കാം. Herabala ramazanto raba shekerabala rabazante lebridika santo raba shekabala rabazamani antre lebridika zani anda raba jerabala rabazaba katariyadala raba ledribi hasmani antulo raba shekabala raba diandara. കർത്താവേ, ഇവിടെ വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവേ. lebridika zamanadala raba shabara Zabala Rabala Diandre, Libridi Kazuniandre, ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കുന്ന പരിശുദ്ധാത്മാവ് റിഖേ ബാല റബ സമാനിയന്തുല റബ സമാനിയന്തര ജിബ്രിബി ഖസബാല ദിയന്തുല റബ ഖസേ റബാല യന്തര. കർത്താവേ, ഇവിടെ ആരെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ച് കിടപ്പുണ്ടെങ്കിൽ സിബ്രിഖേ ബാറോഖോ സമാനിയന്തര ജബ്ല ഹസ്മാനിയന്തുല റബ സബല യന്തര. കർത്താവേ, വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവേ. ഈ ഹെർബെരിയാന്തര, let faith arise in this place in the name of Jesus. വിശ്വാസം ഇവിടെ വർദ്ധിക്കട്ടെ. ലബ്ര ഖസമാനദ്രിയാന്തര, ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കുന്ന കർത്താവെ, രോഗത്തിന്റെ മേലെ കർത്താവിന്റെ അലഹസമാനിയാന്തര ഹീലിംഗ്, കർത്താവെ, സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് നടക്കട്ടെ കർത്താവെ. സബ റബ ശനദല റബ ഹസാന്ത റബ സബ ഖസറിയാന്തര ലൈബ്രിദരിയാന്തര റബ ജബറിയാന്തര. കർത്താവെ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം പകരുമാറാകണമേ. ഇന്ന് രാവിലെ കർത്താവിന്റെ ബലം, കർത്താവിന്റെ ബലം, കർത്താവിന്റെ ബലം. സീറേഖേ റബ ശാന്ത റബ സമാനിയാന്തര ജഖഖല റബ സിഖിദരദരിയാന്തര. കർത്താവേ, ഇന്ന് ഹസ്മാനിയാന്തര ജെബെബെബെ ഖാദിയാന്തര. I speak a shift into കർത്താവേ, ഈ ആത്മമണ്ഡലത്തിൽ കർത്താവേ ഒരു ഹസാനിയാന്തര ജെബെരിയാന്തര ഒരു ഷിഫ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ, ഒരു ചേഞ്ച് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ. ഓരോ വ്യക്തികളുടെയും കർത്താവേ റീബി റിയാന്തര സിറ്റുവേഷൻസിൽ, സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ. നീങ്ങി പോകേണ്ട മലകളെല്ലാം നീങ്ങി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ. In the name of Jesus, Daddy, we thank you. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen.
Amen. As you speak in tongues, your spirit man will become edified. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ ബലപ്പെടും. I don't know about you, but just this few minutes, I feel edified. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയുകയില്ല, എന്നാൽ ഈ അല്പസമയം കൊണ്ട് ഞാൻ ബലപ്പെട്ടിരിക്കുന്നു. That is the power of the Holy Spirit അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. that works inside of your spirit. നിങ്ങളുടെ ആത്മാവിൽ അത് പ്രവർത്തിക്കുന്നു. Amen. ആമേൻ. The more you speak in tongues, എത്ര അധികം നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമോ, you're allowing the Holy Spirit to work into your spirit and work into your body. നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും പ്രവർത്തിക്കുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണ്. And by the time we finished off, we reached Gokulam, and thanks to our dear doctors and families that were there, they did all the scans and everything was fine. അപ്പോൾ ഞങ്ങൾ ഗോകുലത്തിലെത്തി. അപ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർമാർ കുടുംബങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗോകുലത്തിൽ സ്കാൻ എല്ലാം ചെയ്തപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആണ്. I am not an expert about accidents, so I do not know, but people said that by the way the accident happened, it had to be a major accident. അപ്പോൾ ഞാൻ ആക്സിഡന്റ് എക്സ്പേർട്ട് ഒന്നും അല്ല, എന്നാൽ അത് കണ്ടു തന്ന ആൾക്കാർ പറഞ്ഞത് ആക്സിഡന്റ് കണ്ടപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. It took us more than a month to get the car. Only 3 months. Yeah, only 3 months to get a car repaired. ആ കാർ ശരിയാക്കി കിട്ടാനായിട്ട് 3 മാസത്തോളം എടുത്തു. But all our bodies are repaired within less than that. എന്നാൽ ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം അതിനേക്കാൾ എത്രയോ കുറഞ്ഞ സമയം കൊണ്ട് റിപ്പയർ ചെയ്തിരിക്കുന്നു. That's the power of the spirit man. അതാകുന്നു ആത്മ മനുഷ്യന്റേതായിട്ടുള്ള ശക്തി. In less than a week, Linz and I, we took off the stitches and we only have a little more marks that are left over, which I believe that will also get healed. അപ്പം ഒരാഴ്ച സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലിൻസും ഞാനും ആ സ്റ്റിച്ച് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പിന്നെ അല്പ പാടുകൾ അതും ദൈവം പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് We had a few small hairline fractures that also are completely healed. ചെറിയ ഒടിവുകൾ ഉണ്ടായിരുന്നു, അതും പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. Tell your neighbor, get ready for more of miracles. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാട്ടെ. Every year the Lord gives me a theme ഓരോ വർഷവും ദൈവം എനിക്ക് പ്രത്യേകമായിട്ടുള്ള ചില തീം തരാറുണ്ട്. to focus on and to grow in the Lord. ക്രിസ്തുവിൽ വളരാനായിട്ട്. 2024 was holiness. 2024 വിശുദ്ധിയെ കുറിച്ചായിരുന്നു. 2025 for me personally was consecration. 2025 എന്ന് പറയുന്നത് വേർതിരിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. And then the past few months we had all our pastors coming in lines with consecration and speaking. Dr. John and all our dear pastors and leaders have been talking about consecration. കഴിഞ്ഞ കുറെ മാസങ്ങളുടെ ദൂതുകൾ തന്നെ ഡോക്ടർ ജോണും പാസ്റ്റർമാരും ഒക്കെ തന്നെ ഈ വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു. And for 2026 the Lord has given me this personal word which I believe is also for the body of Christ, which goes in lines with harvest. അപ്പോൾ 2026 ദൈവം വ്യക്തിപരമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് കർത്താവിന്റെ ശരീരത്തിനുമുള്ള ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊയ്ത്ത് എന്നുള്ള വാക്ക്. Tell your neighbor, it's time for harvest. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, കൊയ്ത്തിന്റെ കാലമാണെന്ന് പറഞ്ഞാട്ടെ. Tell your neighbor, hey, you are consecrated for a harvest. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരു കൊയ്ത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. I believe this message of harvest is also tied up to consecration. ഞാൻ വിശ്വസിക്കുന്നു ഈ കൊയ്ത്തിൻ്റെതായിട്ടുള്ള ദൂതം എന്ന് പറയുന്നത് ഈ വിശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Joshua 3:5 says, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, Joshua said to the people, consecrate yourself, for tomorrow the Lord will do wonders among you. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. One of the wonders that I believe that we will see is a great harvest. ഞാൻ വിശ്വസിക്കുന്ന വലിയ ഒരു അതിശയം നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് വലിയ കൊയ്ത്തായിരിക്കും. The dictionary meaning of harvest, കൊയ്ത്തിനെ കുറിച്ചുള്ള നിഘണ്ടുവിലുള്ള ആ ഒരു മീനിങ് എന്ന് പറയുന്നത് the process, ആ ഒരു പ്രക്രിയ, the time period or season, പ്രത്യേകമായിട്ടുള്ള ആ ഒരു കാലം, a gathering of mature crops or fruit. വിളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഫലങ്ങളെ എല്ലാം ചേർത്ത് എടുക്കുന്നതായിട്ടുള്ള ഒരു കാലം. And it marks the end of the growing cycle. അപ്പോൾ അത് വളർച്ചയുടേതായിട്ടുള്ള ഒരു കാലത്തിന്റെ അവസാനത്തെ കാണിക്കുന്നു. Which means there is a growing cycle. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ വളർച്ചയുടേതായിട്ടുള്ള ഒരു കാലമുണ്ട്. Amen. So we're going to look at this word harvest. നാം കൊയ്ത്ത് എന്നുള്ള വാക്ക് നാം ശ്രദ്ധിക്കാൻ പോകുന്നു. How many of you have done agriculture? ആരെങ്കിലും ഒക്കെ ഇവിടെ കൃഷി ചെയ്തവരുണ്ടോ? Yes, we have agriculture experts here also. പ്രഗത്ഭന്മാർ ഇവിടെ ഉണ്ട്. Please forgive me if there is any mistake in my revelation, okay? ഈ വെളിപ്പാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. But in my understanding and my googling, what I've understood is before every harvest there's a growth. ഏതൊരു കൊയ്ത്തിന് മുമ്പാകെയും ഒരു
ഒരു വളർച്ചയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. Before a growth, there is a planting. വളർച്ചയ്ക്ക് മുമ്പാകെ ഒരു നടുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട്. Before which you need to have the seed. അതിനു മുമ്പാകെ നിങ്ങൾക്കൊരു വിത്തിന്റെ ആവശ്യമുണ്ട്. So we're going to look at a few scriptures അല്പ വേദവാക്യങ്ങൾ നാം നോക്കാൻ പോകുന്നു. that talks about the harvest. അത് ഈ കൊയ്ത്തിനെ കുറിച്ചുള്ളതാണ്. In the coming seasons or the months, I'm hoping to tell you how to prepare for a harvest. അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിലെല്ലാം എങ്ങനെ ഈ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But today I believe that the Lord will inspire you to believe that you will have a harvest. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും, അതായത് നിങ്ങൾക്ക് ഒരു കൊയ്ത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുവാനായിട്ട്. And I want you to know that this is going to be in two aspects. ഞാൻ വിശ്വസിക്കുന്നു, അതായത് ഇത് രണ്ട് മേഖലകളിലായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന്. One is your own personal life, ഒന്ന് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, harvest for yourself. നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊയ്ത്ത്. But it is also going to be an harvest where you will bless others. എന്നാൽ അത് അങ്ങനെ ഒരു കൊയ്ത്തും കൂടെ ആയിരിക്കും, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. Amen. I believe in that. ഞാനത് വിശ്വസിക്കുന്നു. That God has not created us just for ourselves. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, but it's also to bless others. എന്നാൽ മറ്റുള്ളവരെ God അനുഗ്രഹിക്കുവാനുമാണ്. gives us seed for ourselves, ദൈവം നമുക്ക് വേണ്ടി വിത്ത് നൽകുന്നു, but He also gives us seed to sow. എന്നാൽ വിതയ്ക്കുവാനുമായിട്ടുള്ള വിത്ത് നമുക്ക് നൽകുകയാണ്. So one of the outcomes of harvest അതുകൊണ്ട് ഈ കൊയ്ത്തിൻ്റെതായിട്ടുള്ള പരിണത ഫലം എന്ന് പറയുന്നത് is definitely food supply. തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ആ ഭക്ഷണത്തിന്റെ ലഭ്യത. Amen. Ille undu. Yeah. And what does that do? It affects your economy, the economy of your nation. എന്താണ് അത് ചെയ്യുന്നത്? അത് ഒരു രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ അത് സഹായിക്കുകയാണ്. I don't know whether you have this joy of dreaming big, but I have my sister who loves dreaming. നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നം കണ്ട് സന്തോഷിക്കുന്ന ശീലമുണ്ടോന്ന് എനിക്ക് അറിയുകയില്ല, എന്നാൽ എൻ്റെ സഹോദരിക്ക് അത് വലിയ ഇഷ്ടമാണ്. She dreams in her sleep also she has dreams, but even in her normal life she dreams big. ഉറക്കത്തിൽ സ്വപ്നമുണ്ട്, എന്നാൽ അതല്ലാതെ തന്നെ സാധാരണ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാറുണ്ട്. I don't know whether it's in the second grade, but one of her dreams from then, second grade onwards, I think, is that she should have acres of property. രണ്ടാം ക്ലാസ് തൊട്ടേ ഉള്ള വലിയൊരു ആഗ്രഹമായിരുന്നു തൻ്റേത്, അതായത് ഏക്കർ കണക്കിന് തനിക്ക് സ്വത്ത് വേണമെന്നുള്ളത്. ഞങ്ങൾക്ക് സെന്റ് പോരാ, ഏക്കർ കണക്കിന് തന്നെ വേണം. Yeah. And when I look at scriptures, that's the way the Lord blessed people. ഞാൻ തിരുവചനം നോക്കുമ്പോൾ ദൈവം വ്യക്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആ നിലവാരത്തിലാണ്. It is not for greed. അത് അധികമായിട്ടുള്ള ദ്രവ്യാഗ്രഹത്തിനല്ല, It is for a purpose. എന്നാൽ അതൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. Tell your neighbor, get ready for blessing. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. Tell your neighbor, hey, get ready for abundance. സമൃദ്ധിക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാട്ടെ. Tell them warning. താക്കീതും കൂടെ പറഞ്ഞാട്ടെ. Not just for yourself, for others also. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയുള്ളതാണ്. So there's always an abundance. അതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. So number one, ആദ്യമായിട്ട് harvest has a timing. കൊയ്ത്തിന് ഒരു കാലമുണ്ട്. Like we looked at the definition, നാം അതിൻ്റെതായിട്ടുള്ള നിർവചനം നോക്കിയപ്പോൾ the fruit of the crop has to be mature. ആ ഫലം എന്ന് പറയുന്നത് തികഞ്ഞ വിളവിൽ വരുമ്പോഴാണ് ആ കൊയ്ത്ത് നടക്കുന്നത്. You cannot fast track the growth. നിങ്ങൾക്ക് ആ വളർച്ച പെട്ടെന്നാക്കാൻ കഴിയുകയില്ല. In this insta world, പ്രത്യേകമായിട്ട് പെട്ടെന്നുള്ള ഇന്നത്തെ ലോകത്തിൽ when everything is at a button click or as the swipe click or a swipe, എല്ലാം ഒരു സ്വൈപ്പിലും ബട്ടൺ ക്ലിക്കിലും കിട്ടുമ്പോൾ you cannot fast track growth, can we? നമുക്ക് വളർച്ച പെട്ടെന്നാക്കാൻ കഴിയുകയില്ല. പറ്റുമോ? You have to plow through the field. നിശ്ചയമായിട്ടും ആ നിലം ഉഴുതുമറിക്കണം. You have to work so hard. നമ്മൾ വളരെ കാര്യമായിട്ട് അധ്വാനിക്കണം. And you have to plant the seed. അതോടൊപ്പം തന്നെ ആ വിത്ത് നാം നടണം. For which you have to find the right seed also. അതിനായിട്ട് ശരിയായിട്ടുള്ള വിത്ത് നാം കണ്ടുപിടിക്കുകയും വേണം. Yeah, for which you have to sift through to see whether it's a good seed. അതിനായിട്ട് ആ വിത്തുകളുടെ ഇടയിലൂടെ എല്ലാം ശരിയായിട്ടുള്ള വിത്ത് നാം തിരഞ്ഞെടുക്കണം. Every time at home when we have chakka, manga, all those things, we take the seed and we make sure we are planting it. ഓരോ തവണയും വീട്ടിൽ ചക്കയും മാങ്ങയും എല്ലാം കിട്ടുമ്പോഴത്തേക്കും നാം ആ വിത്ത് എടുത്ത് നാം അത് നടുക തന്നെ ചെയ്യണം. We do that at home. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. And most of it did not bear fruit. പലതും അതിന് കായൊന്നും കിട്ടിയില്ല. Sometimes even we have our karyapala and our kandari and all those things that we kind of move around and we try to make sure that it is flourishing. അപ്പം കരിയാപ്പിലയും കാന്താരിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ ഇട്ടിട്ട് അത് വളരണം നമ്മൾ ചിന്തിക്കുന്നു. Sometimes it bears fruit. ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. But sometimes it doesn't. എന്നാൽ ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല. Why? എന്തുകൊണ്ട്? Why doesn't it bear fruit? എന്തുകൊണ്ട് അത് ഫലം നൽകുന്നില്ല?
Yes. The soil might be not the correct soil. ശരിയായിട്ടുള്ള നിലം അല്ലാത്തത് കൊണ്ടായിരിക്കാം, മണ്ണല്ലാത്തത് കൊണ്ടായിരിക്കാം. വെള്ളം കിട്ടി കാണത്തില്ല. Yeah, it would not have received the water that it needs. അതിനാവശ്യമുള്ള വെള്ളം ലഭിച്ചിട്ടുണ്ടാകുകയില്ല. Yeah. Sunlight. Yeah. Many plants need sunlight and we put it under the our shades. It doesn't grow. പല ചെടികൾക്കും അത് സൂര്യപ്രകാശം ആവശ്യമാണ്, എന്നാൽ തണലിൽ വെക്കുമ്പോൾ അത് ലഭിക്കുന്നില്ല. What else? The seed itself is not good. Yeah, brilliant. ആ വിത്ത് തന്നെ അതിന് ഫലം കായ്ക്കുവാൻ കഴിവില്ലായിരുന്നു. What else? Somebody was saying something else. വളം വേണം. Brilliant. Yeah, we need manure. നമുക്ക് അതിനാവശ്യമായിരിക്കുന്ന വളം ഇട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. My dad has a small space where he's trying to do all of this. എൻ്റെ പിതാവിന് ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. And sometimes I see his sorrow. ചില സമയത്ത് അദ്ദേഹത്തിന്റെ വിഷമം എനിക്ക് കാണാൻ കഴിയും. ഒരു വിളവ് പോലും കിട്ടിയില്ലല്ലോ കർത്താവേ, ഒരു കപ്പ പോലും കിട്ടിയില്ലല്ലോ, ഒരു ചക്ക പോലും കിട്ടിയില്ലല്ലോ. So that's the sorrow of the person who is working hard towards it. അതിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ വിഷമം അതാണ്. Tell your neighbor, don't worry. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, there is a timing. അതിനൊരു സമയമുണ്ടെന്ന് പറഞ്ഞാട്ടെ. Isaiah 18 and verse 5. യെശയ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, Isaiah chapter 18 and verse 5. യെശയ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. It says that he will cut off the sprigs and with pruning knives and remove and cut away every spreading branch. കൊയ്ത്തിന് മുമ്പേ മൊട്ടിട്ട് കഴിഞ്ഞു, പൂ പൊഴിഞ്ഞു, മുന്തിരിങ്ങ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. John chapter 15, we are familiar with that as well. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. I am the true vine, my father is a vine dresser. Every branch in me that does not bear fruit he takes away. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. And every branch that does not bear fruit he prunes it. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. Tell your neighbor, get ready for pruning. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ചെത്ത് കിട്ടുന്നതിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. How many of you have ചെത്ത് കിട്ടാൻ വേണ്ടി? Yes, ചെത്ത് കിട്ടാൻ വേണ്ടി. Yeah, I like Pastor Jijo's translation. Hallelujah. Yeah, tell your neighbor, get ready for pruning. അടുത്തിരിക്കുന്നോട് പറഞ്ഞാട്ടെ, ചെത്ത് കിട്ടാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. Yeah, why? Because consecration is still our theme. കാരണം ഇപ്പോഴും നമ്മുടെ പ്രധാന ദൂത് എന്ന് പറയുന്നത് ആ വിശുദ്ധീകരണം തന്നെയാണ്. Yeah, the branch that does not bear fruit, it has to be pruned out. കാരണം ആ ഫലം കായ്ക്കാത്തതായിട്ടുള്ള ആ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ കൊമ്പുകൾ എന്ന് പറയുന്നത് അത് ചെത്തി മിനുക്കേണ്ടതിന് ആവശ്യമുണ്ട്. The definition for pruning is selectively removing unwanted branches. ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് ഏതെല്ലാം കൊമ്പുകളാണോ വേണ്ടാത്തത് അത് സൂക്ഷ്മതയോടെ കളയുന്നു. And even the dead wood. അതോടൊപ്പം തന്നെ ജീവനില്ലാത്തതായിട്ടുള്ള ആ തടികൾ. So the two areas that we are looking at is our own personal life. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ. And how we are fruitful to others. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നാം എങ്ങനെ അനുഗ്രഹമാകുന്നു. Amen. ആമേൻ. The Bible clearly says that, hey, anything that is not fruitful has to be pruned out. തിരുവചനം വ്യക്തമായിട്ട് പറയുകയാണ്, കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. Amen. So if there are areas in your life that is not fruitful, we have to take it off. അപ്പോൾ കായ്ക്കാത്തതായിട്ടുള്ള കൊമ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അത് മാറ്റേണ്ടതാണ്. We are in the year end. നാം ആണ്ട് അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. ആണ്ടിന്റെ അവസാനം വരെ. Yeah, we sang that song, right? So we are in the ആണ്ടിന്റെ അവസാനം right now. ഇപ്പോൾ നാം വർഷാവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. It's a good time to reflect. നല്ല സമയമാണ് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട്. Look at those areas in your life where it is not fruitful. ഫലം കായ്ക്കാത്തതായിട്ടുള്ള മേഖലകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാട്ടെ. I have been asking the Holy Spirit, show me areas that are not fruitful. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയുണ്ടായി, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കാത്ത മേഖലകളെ കാണിച്ചു തരാമോ? And surprisingly, the Lord is also showing me ministry things that are not fruitful. അതോടൊപ്പം തന്നെ കർത്താവ് ശുശ്രൂഷയിൽ ഫലം കായ്ക്കാത്ത മേഖലകളും കാണിച്ചു തരികയാണ്. There are some things I should do. ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. There are some things that others should do. മറ്റുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. I should not be doing what others should be doing. മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല ഞാൻ ചെയ്യേണ്ടത്. And when I do that, I am not becoming fruitful. എന്നാൽ ഞാൻ അത് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഫലം കായ്ക്കുന്നില്ല. In my assignment. എന്റേതായിട്ടുള്ള വിളിയിൽ
Tell your neighbor, God has an assignment for you. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവത്തിന് താങ്കളെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. So there is a timing for harvest. അപ്പോൾ കൊയ്ത്തിനായിട്ടുള്ള ഒരു സമയമുണ്ട്. After harvest, there's a threshing and a winnowing. ഈ കൊയ്ത്തിന് ശേഷം അത് മെതിക്കുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട്. So in the growth phase, there is a pruning, ഈ വളർച്ചയുടെ സമയത്ത് ഒരു ചെത്തി മിനുക്കുന്ന അല്ലെങ്കിൽ വെടിപ്പാക്കുന്ന സമയമുണ്ട്. which is painful. അത് വേദനയുള്ളതാണ്. Alle. Many a times when the Holy Spirit shows me things that I should take off, പല സമയത്തും പരിശുദ്ധാത്മാവ് ഞാൻ നീക്കി കളയേണ്ട ചില കാര്യങ്ങളെ കാണിച്ചു തരുമ്പോൾ it is not a joyful thing. അത് വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ആ സിനിമ കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടമാണ്. Yeah, so there are some things that actually take away the time that is supposed to be spent into the harvest. അപ്പോൾ കൊയ്ത്തിന് വേണ്ടി നാം ഉപയോഗിക്കേണ്ട സമയം എടുക്കുന്ന മറ്റെന്തോ ചില കാര്യങ്ങളുണ്ട്. I believe that we are living in a harvest time. ഞാൻ വിശ്വസിക്കുന്നു നാം കൊയ്ത്തിന്റെ കാലത്തിലാകുന്നു ജീവിക്കുന്നു. And we should not waste our time for unnecessary things. നാം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം സമയം കളയരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even those of us that are in the ministry, അതോടൊപ്പം തന്നെ നാം ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ കാര്യമാണെങ്കിലും ശരി, we should be sensitive to the Holy Spirit. നാം പരിശുദ്ധാത്മാവിനെ വ്യക്തമായി കേൾക്കുന്നവരായിരിക്കണം. To know what should be done, what should not be done. നാം എന്ത് ചെയ്യണം, നാം എന്ത് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ അറിവിന് വേണ്ടി. What is the crop that the Lord has asked you to grow? കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ആ ഫലം എന്താണ്? Which is the second thing that I want to share. അതാകുന്നു ഞാൻ രണ്ടാമതായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. All through the Bible there are different kinds of harvests. തിരുവചനത്തിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കൊയ്ത്തിനെ കുറിച്ച് പറയുന്നു. In the book of Ruth we see that there was a barley harvest, there was a wheat harvest. റൂത്തിൻ്റെതായിട്ടുള്ള പുസ്തകത്തിൽ ഗോതമ്പിൻ്റെതായിട്ടുള്ള ബാർലിയുടേതായിട്ടുള്ള കൊയ്ത്തിനെ കുറിച്ച് എല്ലാം പറയുന്നു. In other books you see olive, you see grapes. മറ്റു പുസ്തകങ്ങളെല്ലാം ഒലിവിന്റെ മുന്തിരിയുടേതായിട്ടെല്ലാം കൊയ്ത്തിനെ കുറിച്ച് പറയുകയാണ്. In 1 Corinthians chapter 12, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ the Bible says, തിരുവചനം പറയുന്നു, each one has a grace. ഓരോരുത്തർക്കും ഓരോ കൃപയുണ്ട്. Each one has a gift. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരങ്ങളുണ്ട്. Amen. ആമേൻ. Each one has a crop to mature or to work with. നിങ്ങൾ ഓരോരുത്തരും അതിൽ വളരേണ്ടതായിട്ടുള്ള പക്വത പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു വിളവുണ്ട്. Your gift is not my gift. നിങ്ങളുടെ വരമല്ല എന്റേത്. Some of us are called to be in the business field. നമ്മളിൽ ചിലർ ദൈവം വിളിച്ചിരിക്കുന്നത് ബിസിനസ് ഫീൽഡിലാകുവാനായിട്ടാണ്. And people like me should not be in the business field. എന്നെ പോലുള്ള ആൾക്കാർ ബിസിനസ് ഫീൽഡിൽ വരാൻ പാടില്ല. There are some people here that are in the business field. നിങ്ങളിൽ ചിലർ ഇപ്പോൾ ബിസിനസ്സിലായിരിക്കുന്നു. Tell your neighbor who is in the business field, if you know them, tell them that, hey, don't give up. ബിസിനസ്സിലാണ് എന്ന് നിങ്ങൾ അറിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാട്ടെ, വിട്ടുപോകരുതെന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അയ്യോ അവര് ബിസിനസ്സിലാണോ ആവോ, എനിക്ക് അറിയത്തില്ലല്ലോ കർത്താവേ. സാരമില്ല, സർവീസ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പോയി ഹലോ പറഞ്ഞിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഈച്ച് അതർ. അന്യോന്യം നാം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. Amen, because each of us has a gift. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഒരു വരമുണ്ട്. And each of us needs to encourage each other in their gifts. നാം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വരങ്ങളിൽ അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Tell your neighbor, don't compete with somebody else. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യാതൊരു മത്സരത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാട്ടെ. Because each of us is unique. കാരണം നാം ഓരോരുത്തരും വളരെ പ്രത്യേകതയുള്ളവരാണ്. Some of us are called for the education. നമ്മളിൽ ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. Some of us are supposed to be teachers. നമ്മളിൽ ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് അധ്യാപകരാകുവാനായിട്ടാണ്. You might be able to influence people in your school. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിലുള്ള വ്യക്തികളെ സ്വാധീനിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. I still remember a lot of my teachers that actually encouraged me in the Lord in my school days. ഞാൻ ഓർക്കുന്നു, എൻ്റെ സ്കൂളിലെ സമയത്ത് തന്നെ എന്നെ ഒരുപാട് ക്രിസ്തുവിൽ പ്രോത്സാഹിപ്പിച്ച അധ്യാപകരെ. So some of us are called for the government. നമ്മളിൽ ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് സർക്കാർ തലത്തിലാകുവാനായിട്ടാണ്. ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞല്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് വിടണ്ടായോ? വേണ്ടേ? I am praying, Lord, raise up many people in the government sectors. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഗവൺമെന്റ് മണ്ഡലത്തിൽ അനേക വ്യക്തികളെ എഴുന്നേൽപ്പിക്കണമേ എന്നുള്ളത്. Amen. I'm okay with the engineer and doctor. I'm happy with that. I'm an engineer. I'm okay with that. എഞ്ചിനീയറിംഗ് ഡോക്ടറും നല്ലതാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്, എന്നാൽ അത് നല്ലത് തന്നെയാണ്. But I want people in the government. എന്നാൽ ഗവൺമെന്റിലും വ്യക്തികൾ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Amen. I want people like Daniels and Josephs. ദാനിയേലിനെയും യോസേഫിനെയും പോലുള്ള വ്യക്തികളെ ആവശ്യമാണ്. I want Esthers. എസ്തർമാരെ ആവശ്യമാണ്. So if your children are aspiring to become IAS person, it's okay. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ IAS ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഒരു കുഴപ്പവുമില്ല. Encourage them. അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. There is nothing for us to lose. പോയാലൊരു എക്സാം. പോയാലൊരു എക്സാം.
അല്ലേ? പോയാൽ കുറച്ച് കാശ്, അതിൻ്റെ എൻട്രൻസ് ഫീസും അതിൻ്റെ പരീക്ഷയുടെ ഫീസ് അതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഹാവ് എ ഡാനിയൽ ഓർ എൻ എസ്തർ ഓർ എ ജോസഫ് ഇൻ ദി ഗവൺമെന്റ് ലെവൽ. എന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ദാനിയേലിനെ അല്ലെങ്കിൽ ഒരു എസ്തറിനെ ഒരു യോസേഫിനെയാണ് ആ ഉന്നത തലങ്ങളിൽ. We have some people that are in the arts and the entertainment. അപ്പോൾ കലാ കായിക രംഗത്തെല്ലാം ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. We have the CDS. CDSലുള്ളവരുണ്ട്. കേട്ടിട്ടില്ല അല്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നമ്മുടെ കുറച്ച് ഡാൻസുകാർ ഇവിടെ ഉണ്ട്. യാ, വി ഹാവ് പീപ്പിൾ ദാറ്റ് ആർ ഇൻ ദി ആർട്സ് ഫീൽഡ്. അപ്പോൾ കലാരംഗത്തുള്ള വ്യക്തികളുണ്ട്. We need people in every field. നാം വ്യത്യസ്തമായുള്ള മണ്ഡലങ്ങളുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. We have a voice now, Jemima, who is actually speaking loud and clear about her faith. അപ്പോൾ ജമീമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വളരെ ശക്തമായിട്ട് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരാളാണ്. She is a worshipper also. She is loud and clear in the way that she worships. അപ്പോൾ ആരാധിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. We need people in every field. നമുക്ക് എല്ലാ മണ്ഡലത്തിലും നമുക്ക് വ്യക്തികൾ ആവശ്യമാണ്. Ask your neighbor, do you know what you're harvesting? അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാമോ, നിങ്ങളുടെ കൊയ്ത്ത് എന്താണോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കാമോ? വല്ല ഉത്തരം കിട്ടിയോ? Each one of us has been given a field. നാം ഓരോരുത്തർക്കും ദൈവം ഒരു നിലം തന്നിട്ടുണ്ട്. Each of us has, some of us are meant to leave our job. നമ്മളിൽ ചിലർ ഞങ്ങളുടെ ജോലി വിട്ട് and we are supposed to be like this, ഇതുപോലെ ആയിരിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നു. where we are pastors or leaders or apostles or prophets or teachers or in the fivefold. അഞ്ചുവിധ ശുശ്രൂഷയിൽ ഇടയന്മാരായിട്ടും സുവിശേഷകരായിട്ടും പ്രവാചകന്മാരായിട്ടും അപ്പോസ്തലന്മാരായിട്ടും എല്ലാം വിളിച്ചിരിക്കുന്നു. But I'm giving you a homework. എന്നാൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. ദാ വന്നു. Yeah, I give homework. I hope you're doing your homeworks. 1 Corinthians 12. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ I want you to be very familiar with it. ഈ വേദഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. And Romans 12. റോമാലേഖനം 12-ാം അധ്യായം. And find your field. നിങ്ങളുടെ മേഖല എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Through the scriptures there are different gifts that are mentioned. തിരുവചനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. And start cultivating your field. നിങ്ങളുടേതായിട്ടുള്ള നിലത്തിൽ നിങ്ങൾ ആ കൊയ്ത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. Take your responsibility seriously. നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ എടുക്കുക. Thirdly, മൂന്നാമതായിട്ട് Genesis chapter 8, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 8-ാം അധ്യായം verse 22. 22-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ It is a promise of the Lord അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. that came to Noah അത് നോഹയ്ക്കായി വന്നു after the flood. പ്രളയത്തിന് ശേഷം. As long as the earth remains, seed time and harvest will continue. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും. Amen. ആമേൻ. Tell your neighbor, hey, ഭൂമി ഉള്ളിടത്തോളം കാലം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ഭൂമി ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാട്ടെ. ഭൂമി ഇപ്പോഴെങ്ങാനും പോവോ അറിയില്ല അല്ലേ? Read your Bible, pray every day, you will understand. Yeah, the Lord is coming back soon. യേശു ക്രിസ്തു ഉടനെ മടങ്ങി വരും തിരുവചനം പറയുകയാണ്. And the Bible says when that happens, ഈ ഭൂമി ഒന്നും കാണത്തില്ല. അത് സംഭവിക്കുമ്പോൾ ഈ ഭൂമി കാണത്തില്ലെന്ന് തിരുവചനം പറയുകയാണ്. There's going to be a new heaven and a new earth. അവിടെ പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും. And so as long as this earth remains, there's going to be a harvest. അതുകൊണ്ട് ഈ ഭൂമി ഉള്ളിടത്തോളം വിതയും കൊയ്ത്തുമുണ്ട്. Amen. There's going to be a seed time, there's going to be a harvest. അവിടെ ഒരു വിതയുടേതായിട്ടുള്ള സമയമുണ്ട്, കൊയ്ത്തിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. That for me in the spiritual sense is also very comforting. അത് ആത്മീയമായിട്ടുള്ള മണ്ഡലത്തിൽ എനിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. Because there's going to be a harvest of souls also in every generation. കാരണം ഓരോ തലമുറയിലും ആത്മാക്കളുടേതായിട്ടുള്ള ഒരു കൊയ്ത്തും അവിടെ ഉണ്ടാകും. And I will also see a harvest in my own life. ഞാൻ എൻ്റെ ജീവിതത്തിലും ഞാൻ അങ്ങനെ ഒരു കൊയ്ത്ത് ഞാൻ കാണും. So all my business people, don't give up. അതുകൊണ്ട് ബിസിനസ് ആൾക്കാരൊന്നും നിങ്ങൾ മടുത്തു പോകരുത്. Just because you're not seeing a result. ഒരു ഫലം നിങ്ങൾ കാണാത്തത് കൊണ്ട്. The Bible says that there is a hard work. തിരുവചനം പറയുകയാണ് അവിടെ കഠിനമായി അധ്വാനിക്കുന്ന ഒരു കാലമുണ്ട്. In a harvest you have to work hard. നിങ്ങൾ കൊയ്ത്തിന് വേണ്ടി ശക്തമായി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. In Proverbs chapter 10 verse 5, സദൃശവാക്യങ്ങളുടെ 10-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 5-ാമത്തെ വാക്യം പറയുന്നത്, he who gathers in summer is a son who acts wisely, but he who sleeps in a harvest acts shamefully. അവിടെ വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. Tell your neighbor, അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, stop sleeping. ഉറങ്ങുന്നത് നിർത്തുക. ലിറ്ററലി ഞാൻ നല്ല AC ആണെന്ന് എനിക്കറിയാം, ഉറങ്ങാൻ വളരെ സുഖമാണെന്നും അറിയാം. പക്ഷെ tell your neighbor, hey, don't sleep. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, ഉറങ്ങരുതെന്ന് പറഞ്ഞാട്ടെ. I'm not saying about don't sleep in church. What I'm saying is I believe that if you want to sleep in church, that's a good place to sleep. Yeah, at least it's not in some other place.
അത് സഭയിൽ ഉറങ്ങാതിരിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. But what I'm trying to say is stop sleeping over your purpose. നിങ്ങളുടെ ഉദ്ദേശത്തെ മറന്ന് നിങ്ങൾ ഉറങ്ങരുത്. All of us have a purpose. ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയെ മാറ്റിവെച്ച് നിങ്ങൾ ഉറങ്ങരുത്. നമുക്ക് എല്ലാവർക്കും ദൈവിക പദ്ധതികളുണ്ട്. God has asked us to be very serious about our purpose. ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പദ്ധതിയെ കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കുക. And for which we have to spend time. അതിനെക്കുറിച്ച് നാം സമയമെടുക്കണം. To understand that purpose. അതിനെ മനസ്സിലാക്കുവാൻ. To understand what is it that God has called us for. ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ളതിനു വേണ്ടി മനസ്സിലാക്കുവാൻ. Some season might be to pray for the church. ചില കാലങ്ങളിൽ ചില സമയത്ത് ചിലർക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കാം. For some season it might be to take care of your children. ചില കാലങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാനായിരിക്കാം. For some of us it can be to be working so hard in the kingdom work. നമ്മളിൽ ചിലർക്ക് ഒരു പ്രത്യേക കാലത്ത് ദൈവികമായിട്ടുള്ള ആ കിങ്ഡം വർക്കിൽ വളരെ ശക്തമായി ഇടപെടാനായിരിക്കാം. James chapter 5 and verse 7 says, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, be patient until the Lord's coming. കർത്താവിന്റെ വരവോളം നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. See how a farmer waits for the land to yield. കൃഷിക്കാരൻ ഭൂമിയുടെ Patiently waiting for the rains. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നല്ലോ. Like somebody said that for the harvest you need rains. ആരോ ചിലർ പറഞ്ഞതുപോലെ ആ കൊയ്ത്തിന് വേണ്ടി മഴ ആവശ്യമാണ്. Tell your neighbor the rain will come. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ മഴ വരുമെന്ന് പറഞ്ഞാട്ടെ. Tell your neighbor don't be hopeless. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ പ്രത്യാശയില്ലാതിരിക്കരുതേ. If the Lord said there is going to be a harvest and it will remain, കർത്താവ് പറയുകയാണ് അവിടെ ഒരു കൊയ്ത്തുണ്ടാകും, അത് നിലനിൽക്കുന്ന കൊയ്ത്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the rain will for sure come. തക്കതായിട്ടുള്ള സമയത്ത് മഴ വരും. For all our little treasures, the rain is coming. നമ്മുടെ എല്ലാ ലിറ്റിൽ ട്രഷേഴ്സിനും ആ മഴ വരികയാണ്. I mean, every area that the Lord has entrusted you, you will see the rain. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ ആ മഴ കാണുവാൻ ഇടവരും. But tell your neighbor, be patient. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ ദീർഘക്ഷമയോടെ ഇരിക്കുക. So there's a hard work in harvest. അപ്പോൾ ആ കൊയ്ത്തിൽ വളരെ കഠിനമായിട്ടുള്ള അധ്വാനമുണ്ട്. There's a hard work in your growth phase. നിങ്ങളുടെ വളർച്ചയുടേതായിട്ടുള്ള കാലത്തിൽ ഒരു കഠിനമായിട്ടുള്ള അധ്വാനമുണ്ട്. There's a great patience that we really require. നമുക്ക് ആവശ്യമായിട്ടുള്ള ദീർഘക്ഷമയുണ്ട്. There's also a time frame that we have to be expectant about. അതോടൊപ്പം തന്നെ നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സമയത്തിൻ്റെതായിട്ടുള്ള ഒരു കാലവുമുണ്ട്. And in that time frame we cannot give up hope. ആ സമയത്ത് നാം പ്രതീക്ഷയില്ലാത്തവരാകരുത്. Even trouble will come. പ്രശ്നങ്ങളും കഷ്ടതകളും എല്ലാം വരും. But we should know that the Lord will come through. എന്നാൽ നാം മനസ്സിലാക്കണം അതിന്റെ എല്ലാം മേലെ യേശു കടന്നു വരും. Tell your neighbor, guard your boundaries. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ നിങ്ങളുടെ അതിർത്തികളെ സൂക്ഷിക്കുക. One of our team members who has a rubber plantation. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം മെമ്പർ ആ വ്യക്തിക്ക് ഒരു റബ്ബറും തോട്ടമുണ്ട്. And recently or a year ago they had a person that was using it to plant pineapples. അപ്പോൾ ഒരു വർഷം മുമ്പാകെ ആ സ്ഥലത്ത് കൈതച്ചക്ക നടുവാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. So കൈതച്ചക്ക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Okay, good. So they were planting pineapples. അങ്ങനെ അവർ കൈതച്ചക്ക കൃഷി അവിടെ ചെയ്തു. But the people who leased it out said that one thing we want you to do is to make sure that the boundaries are all set up. എന്നാൽ അത് നൽകിയ നിലം നൽകിയ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് അതിർത്തി എല്ലാം വളരെ വ്യക്തമായി തിരിച്ചിരിക്കണം. Why? Because there are wild boars. കാരണം കാട്ടുപന്നികൾ അവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. So we should guard ourselves from wild boars. അതുകൊണ്ട് ഈ കാട്ടുപന്നികൾ കയറാതെ നാം നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ വിളവെടുക്കാതിരിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ കയറി വരും, അത് നമ്മൾ അനുവദിക്കരുത്. Amen. One of the things the Lord told me that in this year of only believe, വിശ്വസിക്കുക മാത്രം എന്നുള്ള ഈ വർഷത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം is to guard my faith. എന്റെ വിശ്വാസത്തെ കാക്കുവാനായിട്ട്. And the Bible clearly says when the Son of Man comes will he find faith. തിരുവചനം പറയുന്നത് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസത്തെ കാണുമോ എന്നുള്ളൊരു ചോദ്യമാണ്. So even in this accident, for that moment my faith was shattered. ആ ആക്സിഡന്റ് നടന്നപ്പോഴും ആ ഒരു സമയത്ത് എന്റെ വിശ്വാസം ഒന്ന് കുലുങ്ങി. For a few seconds. അല്പ നിമിഷം Or maybe few minutes. അല്ലെങ്കിൽ അല്പ മിനിറ്റുകൾ. Because the next day we were supposed to go for a meeting, for a meeting in another state. കാരണം അടുത്ത ദിവസം ഞങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോകേണ്ടതായിരുന്നു. So naturally the voices that would come in is പോരാട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക് അതായത് പോരാട്ടമാണെന്നാണ്. ഞാൻ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദാ വരുന്നു പോരാട്ടം. Amen.
That's one of the faith systems that we are used to hearing. നാം സാധാരണ കേട്ട് പരിചയിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ വ്യവസ്ഥതയാണ്. But nothing should stop us. എന്നാൽ ഒന്നും നമ്മളെ തടുക്കുവാൻ പാടില്ല. I told myself after some time, when that voice was coming in, I told myself, I'm in the right direction. അപ്പോൾ ആ ശബ്ദം വന്നുകൊണ്ടേ ഇരുന്നപ്പോൾ അല്പസമയത്തിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ശരിയായിട്ടുള്ള ദിശയിലാണ്. അതുകൊണ്ടാണല്ലോ പോരാട്ടം വന്നേ, അല്ലേ? അതെ. റൈറ്റ് ഡിറക്ഷൻ അല്ലെങ്കിൽ പോരാട്ടം വരുമോ? പിശാചിന് നമ്മളോട് കളിക്കേണ്ടി വല്ല ആവശ്യമുണ്ടോ? നമ്മൾ റൈറ്റ് ഡിറക്ഷനിലായോണ്ടാണ് പോരാട്ടം വന്നത്. സോ ഐ ഹാഡ് ടു ടെൽ മൈസെൽഫ്, റിജോയ്സ്, സന്തോഷിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് റൈറ്റ് ഡിറക്ഷൻ ആണല്ലോ. കാരണം ശരിയായിട്ടുള്ള ദിശയിലെങ്കിലും ആണല്ലോ. Amen. We are in the right direction. Tell your neighbor, hey, if you are in the right direction, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണെങ്കിൽ expect opposition. എന്തെങ്കിലും പ്രതികൂലങ്ങളൊക്കെ വരും. But do not be discouraged. എന്നാൽ നിങ്ങൾ മടുത്തു പോകരുത്. But guard your territory. എന്നാൽ നിങ്ങളുടെ അതിർത്തിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. Put your fences around. നിങ്ങൾ ചുറ്റും അതിനുള്ള വേലി കെട്ടുക. Amen. Guard your faith. നിങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുക. Surround yourself with the right people. ശരിയായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് നിങ്ങളെ തന്നെ ചുറ്റുക. Who will build your faith. നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നവർ. Who will encourage you. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ. Who will understand your purposes. നിങ്ങളുടെ ആ വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തെ മനസ്സിലാക്കുന്നവർ. And who will tell you, hey, run. ഓടുക എന്ന് പറയുന്ന വ്യക്തികൾ. Who will not be jealous about you. നിങ്ങളെ കുറിച്ച് അസൂയ തോന്നാത്ത വ്യക്തികൾ. Even if they are jealous, nothing can stop you. അവർ അസൂയ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒന്നിനും തടുക്കുവാൻ കഴിയുകയില്ല. If you are in the will of God. നിങ്ങൾ ദൈവഹിതത്തിന്റെ നടുവിലാകുന്നുവെങ്കിൽ. Like we said, വലത്ത് വീണാലും 10,000 ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഒരു ബാധയും എന്റെ അടുക്കൽ വരത്തില്ല. Amen. Nothing will come anywhere around me. നിങ്ങളുടെ ചുറ്റും ഒന്നും വരികയില്ല. So guard your territories. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള മണ്ഡലത്തെ നിങ്ങൾ സൂക്ഷിക്കുക. And finally, ഏറ്റവും ഒടുവിലായിട്ട് Matthew chapter 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. It says that the harvest is the end of the age. 39. 39-ാമത്തെ വാക്യം പറയുന്നത്, Matthew 13 verse 39. കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. Amen. And then it goes on to say that the Lord will burn away everything that has to be burned away. അതിനുശേഷം പറയുന്നത്, അങ്ങനെ തീയിലിട്ട് ചുടേണ്ടതെല്ലാം ദൈവം അത് ചെയ്യും. So the Lord is coming back. യേശുക്രിസ്തു മടങ്ങി വരുന്നു. And he is going to do a sifting. യേശുക്രിസ്തു ആ ഒരു വേർതിരിവ് ചെയ്യാൻ പോവുകയാണ്. Tell your neighbor, be serious. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ഗൗരവത്തോടു കൂടി ആയിരിക്കുക. Tell your neighbor, be serious about your purpose. നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പദ്ധതിയെക്കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കുക എന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ. Because it's a season of harvest. കാരണം ഇത് കൊയ്ത്തിന്റെ സമയമാണ്. As long as the earth remains, ഭൂമി ഉള്ളിടത്തോളം കാലം there will be a harvest. അവിടെ കൊയ്ത്തുണ്ട്. Of late I'm hearing a lot of revivals. ഈ അടുത്ത് ഞാൻ ഒരുപാട് ഉണർവിനെ കുറിച്ച് കേൾക്കുന്നു. In our own nation, in one particular state, I heard that there was a gathering of more than 1 lakh. നമ്മുടേതായിട്ടുള്ള രാജ്യത്ത് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള സംസ്ഥാനത്ത് 1,00,000-ലധികം പേർ ഒന്നിച്ചു വന്നു എന്ന് കേൾക്കുകയാണ്. Somebody in their report said that there were around 2 lakh people. ആ റിപ്പോർട്ടിൽ വേറൊരു വ്യക്തി പറഞ്ഞത് 2 ലക്ഷം പേരെങ്കിലും ഉണ്ടായിരുന്നു. Isn't that amazing? അത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമല്ലേ? We had one of our leaders that went for another meeting that said that there were thousands and thousands of people in a stadium. നമ്മുടെ ഒരു ലീഡർ മറ്റൊരു മീറ്റിംഗിന് പോയതിനെ കുറിച്ച് പറഞ്ഞത്, ആ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് വ്യക്തികൾ ഉണ്ടായിരുന്നു. In Europe, in US, young people are coming to the Lord as never before. യൂറോപ്പിലും യുഎസിലും എല്ലാം മുൻപില്ലാത്തതുപോലെ യുവജനം ദൈവഭാഗത്തേക്ക് കടന്നു വരികയാണ്. So I want to declare over the young people. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് യുവജനത്തിന് മേൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. Amen. This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. Not that I'm going to die. ഞാൻ മരിക്കാൻ പോകുന്നല്ല പറഞ്ഞത്. But I believe that it is your time primarily, because I believe it's a time for the younger generation. ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുന്നത് ഇത് യുവജനത്തിൻ്റെതായിട്ടുള്ള ആ തലമുറയുടെ സമയമാണ്. We will all stand with you. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. We will do our part. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ചെയ്യും. But this harvest cannot be taken by ourselves. എന്നാൽ ഈ കൊയ്ത്ത് ഞങ്ങൾക്ക് മാത്രം എടുക്കാൻ കഴിയുകയില്ല. This is supposed to be your harvest. ഇത് നിങ്ങളുടെ കൊയ്ത്താണ്. And I believe that we will stand with you. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ, Like Matthew chapter 9 says, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, we will ask the Lord of the harvest. നാം കൊയ്ത്തിന്റെ യജമാനനോട് ചോദിക്കും. We will pray with you. ഞങ്ങൾ നിങ്ങളോട് ഒന്നിച്ചു പ്രാർത്ഥിക്കും. We will encourage you. ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. We will help you to make sure that your fences are kept correctly. നിങ്ങളുടേതായിട്ടുള്ള വേലികളെല്ലാം തക്കതായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. We will help you see those loopholes. അവിടെ ഉള്ള ചില വിടവുകളെല്ലാം കാണുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും.
One of the graces that I have is to see കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു തെറ്റാണോ എന്ന് അറിയത്തില്ല, പക്ഷെ കുറ്റം കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. I'm able to see the loopholes in a place or in a person's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള ആ ഒരു വിടവുകളെ കാണുവാനായിട്ടുള്ള കൃപ. Whatever will stop a person from walking into the destiny, I'm able to see. ആ ഒരു ദൈവികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് കണ്ടുപിടിക്കുവാനായിട്ടുള്ള കൃപ. And I'm believing that the Lord is bringing different gifts together. ഞാൻ വിശ്വസിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള വരങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരും. Because Jesus is coming back soon. കാരണം യേശുക്രിസ്തു വേഗം വരുന്നു. I believe that the harvest is going to be big. ഞാൻ വിശ്വസിക്കുന്നു ഇത് വലിയൊരു കൊയ്ത്തായിരിക്കും. That in your own life you will see a harvest. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും നിങ്ങൾ വലിയൊരു കൊയ്ത്ത് കാണും. In your own life you will see a big harvest. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും നിങ്ങൾ വലിയൊരു കൊയ്ത്ത് I am കാണും. already seeing a lot of people being born again. ഞാൻ ഇപ്പോൾ തന്നെ അനേക വ്യക്തികൾ വീണ്ടും ജനിക്കുന്നത് കാണുന്നു. We recently did a discipleship school. ഞങ്ങൾ ഈ അടുത്ത് ഒരു ഡിസൈപ്പിൾഷിപ്പ് സ്കൂൾ ചെയ്തു. And for the very first time, I think, ആദ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു I took the whole of the session in Malayalam. ഒരു സെഷൻ മുഴുവനായിട്ട് മലയാളത്തിൽ എടുത്തു. And I am tempted to tell Pastor Jijo, you resign. അപ്പം പാസ്റ്റർ ജിജോയോട് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് റിസൈൻ ചെയ്തോളാനായിട്ട്. But I was surprised that the grace of God came upon me in that region. I had to speak in Malayalam. അപ്പോൾ ആ ഭാഗത്ത് അവിടെ മലയാളത്തിൽ സംസാരിക്കുവാനായിട്ടുള്ള ദൈവകൃപ എൻ്റെ മേൽ വന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. On a normal day, some of these words don't come to me naturally. ഒരു സാധാരണ ദിവസത്തിൽ ഈ വാക്കുകളൊന്നും സ്വാഭാവികമായിട്ട് എൻ്റെ അകത്തേക്ക് വരാറില്ല. Of course, we did take help saying that, what is that word in English or Malayalam? We were asking for help, but I was able to speak more or less in Malayalam. ചില വാക്കുകൾ വന്നപ്പോഴെല്ലാം അതിന്റെ മലയാളം എന്താന്നൊക്കെ ചോദിച്ചു. എന്നാൽ പ്രധാനമായിട്ട് മലയാളത്തിൽ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു. And I see that on stage here also. ഇപ്പോഴും ഇവിടെ ഈ സ്റ്റേജിൽ ഞാൻ അത് അനുഭവിക്കുകയാണ്. Whenever the Holy Spirit comes upon me, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ I'm able to speak so fluently. വളരെ സുഖകരമായിട്ട് അങ്ങനെ സംസാരിക്കാൻ And I'm like, maybe I should tell Pastor Jijo, can I try it next time? അപ്പം പാസ്റ്റർ ജിജോയോട് ചോദിക്കുകയാണ്. ഞാൻ ഓക്കെയും പറഞ്ഞു. Because അടുത്ത പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യട്ടെ എന്നുള്ളത്. കേൾക്കാൻ വയ്യ കമ്പിളി പദപ്പേ, I can't hear anything. Yeah, but you know, it is so amazing how you can do things not in your natural but by the power of the Holy Spirit. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുമ്പോൾ ചെയ്യാൻ കഴിയുന്നത് എത്ര ആശ്ചര്യകരമാണ്. Up until past few years, അല്പ വർഷങ്ങൾ നോക്കുമ്പോൾ we didn't see this kind of an acceleration that we are seeing right now. ഇപ്പോൾ നാം കാണുന്ന വേഗത നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. Until last year we did probably 10 schools, 11 schools per year, discipleship schools. കഴിഞ്ഞ വർഷം വരെ 10-11 ഡിസൈപ്പിൾഷിപ്പ് സ്കൂളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. But just this year including this last discipleship school, we are now at 19 schools. എന്നാൽ This year alone. ഈ വർഷം മാത്രം 11-ൽ നിന്ന് ഞങ്ങൾ 19 സ്കൂൾ ഈ വർഷം ചെയ്തു. I believe it's time for a harvest. ഞാൻ വിശ്വസിക്കുന്നു അത് വലിയ കൊയ്ത്തിന്റെ സമയമാണ്. Amen. I believe for North Kerala. ഞാൻ വിശ്വസിക്കുന്നു ആ ഉത്തര കേരളയ്ക്ക് വേണ്ടി. Our next discipleship school is already coming up for Wayanad. അടുത്ത നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് സ്കൂൾ വയനാട്ടിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. We just finished one in Kozhikode. കോഴിക്കോട് ഒരെണ്ണം ചെയ്തു കഴിഞ്ഞു. And we are looking and excited for the north of Kerala again. Hallelujah. Let it be, Lord Jesus. ഉത്തര കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയാണ്. And we are excited for our church discipleship. നമ്മുടെ സഭയിലെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി ആയിരിക്കുന്നു. Tell your neighbor, take your growth phase seriously. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയുടേതായിട്ടുള്ള ആ സമയത്തെ വളരെ ഗൗരവത്തോടു കൂടെ കാണുക. Before the next season of harvest, അടുത്ത കൊയ്ത്തിന്റെ കാലത്തിന് മുമ്പാകെ I believe we should be very intentional in our growth. ഞാൻ വിശ്വസിക്കുന്നു നാം നമ്മുടെ വളർച്ചയിൽ വളരെ വ്യക്തതയുള്ളവരായിരിക്കും. Find those things that are stealing away your time. നിങ്ങളുടെ സമയത്തെ മോഷ്ടിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തുക. Whatever is taking away your time from Jesus. യേശുവിൽ നിന്ന് നിങ്ങളുടെ സമയം എന്ത് എടുത്തു മാറ്റുന്നുവോ അതിനെ കണ്ടുപിടിക്കുക. From studying his word. ദൈവവചനം പഠിക്കുന്നതിൽ നിന്ന്. From hearing his voice. ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന്. From being in his presence. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിൽ നിന്ന്. Find those things. ആ കാര്യങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ചാണ്. And take away the tear. ആ കളയെ എടുത്തുകൊണ്ട് remove the tear. ആ കള പിഴുതു കളയുക. And make sure that your seed is growing well. എന്നിട്ട് നിങ്ങളുടെ വിത്ത് വളരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. And make sure that you have the crop coming out mature and full
ready for the harvest. നിങ്ങളുടെ വിളവ് ശരിയായ രീതിയിൽ വളർന്ന് അത് പക്വതയിൽ എത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. If you have not done the discipleship 1 to 3, I would encourage you, please sign up for it. നിങ്ങൾ ഡിസൈപ്പിൾഷിപ്പ് 1 2 3 ഡിസൈപ്പിൾഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്തുകയാണ്, നിങ്ങൾ അതിനുവേണ്ടി സൈൻ അപ്പ് ചെയ്യണം. If you have not completed, please complete your 1 2 3 discipleship school. നിങ്ങൾ I mean ഡിസൈപ്പിൾഷിപ്പ് program. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. Because Jesus is coming back soon കാരണം യേശുക്രിസ്തു വേഗം വരുന്നു. and we have to be equipped first നാം പ്രത്യേകമായി സജ്ജരാകേണ്ടതുണ്ട് before we start equipping others. മറ്റുള്ളവരെ നാം സജ്ജരാക്കുന്നതിന് മുമ്പാകെ. I am already believing that this church will be overflowing. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിൽ വലിയ കവിഞ്ഞൊഴുക്ക് സംഭവിക്കും. And I believe that people will come in masses. ഞാൻ വിശ്വസിക്കുന്നു വലിയ കൂട്ടമായ വ്യക്തികൾ കടന്നു വരും. I believe for the presence of God to be here, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത്. where people will just feel the presence of God and come here. വ്യക്തികൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് കടന്നു വരും. Amen. ആമേൻ. It's a season of harvest. അത് കൊയ്ത്തിന്റെ കാലമാണ്. And when people come in, അങ്ങനെ വ്യക്തികൾ കടന്നു വരുമ്പോൾ we need everyone seated here to be ready for disciple making. അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ശിഷ്യത്വത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. And I am serious. ഞാൻ ഇത് വളരെ ഗൗരവത്തോടെ I love my church very much. എന്റെ സഭയെ ഞാൻ വളരെ അധികമായി സ്നേഹിക്കുന്നു. And I want each one of you to be disciple makers. നിങ്ങൾ ഓരോരുത്തരും ശിഷ്യരെ ഉണ്ടാക്കുന്നവരാകണം. If you are feeling weak, നിങ്ങൾ ബലം കുറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുന്നെങ്കിൽ I feel with you. ഞാൻ നിങ്ങളുടെ കൂടെ എനിക്കും അത് മനസ്സിലാക്കാൻ കഴിയും. Because most of the tasks that I do, including speaking in Malayalam, is not something that I do in my strength. I do it only by the Holy Spirit. ഞാൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും മലയാളത്തിൽ സംസാരിക്കുന്നത് പോലും അത് എന്റെ ശക്തിയിൽ ചെയ്യുന്നതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുമ്പോൾ ചെയ്യുന്നു. Every time I have to go into the nations, ഓരോ തവണയും ഞാൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ I feel very intimidated. എനിക്ക് അത് വളരെ ഭയം കൊണ്ടുവരുന്നു. Because I don't feel qualified. കാരണം ഒരു യോഗ്യത ഉള്ളതുപോലെ എനിക്ക് തോന്നാറില്ല. I don't know the language. എനിക്ക് ഭാഷ അറിയുകയില്ല. I don't know the culture many a times. എനിക്ക് പലപ്പോഴും അവിടുത്തെ സംസ്കാരങ്ങളൊന്നും അറിയുകയില്ല. But I have the Holy Spirit. എന്നാൽ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. Amen. At the end time revival, അന്ത്യകാല ഉണർവിന്റെ കാര്യത്തിൽ the Lord will pour out His Spirit. കർത്താവ് തന്റെ ആത്മാവിനെ പകരും. There is going to be a latter rain. അവിടെ ഒരു പിന്മഴയുണ്ട്. There is going to be a latter അവിടെ rain. ഒരു പിന്മഴ ഉണ്ടാകാൻ പോകുന്നു. And in the latter rain of the Holy Spirit, ആ പരിശുദ്ധാത്മാവിന്റെ പിന്മഴയിൽ I believe that the Lord will help you to do things that are impossible by yourself. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. Like taking sessions in Malayalam മലയാളത്തിൽ സെഷൻസ് എടുക്കുന്നത് പോലെ, or speaking in Hindi. അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത്, or speaking in English. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. I had an auntie that never was hardly educated, maybe second grade at the most. എനിക്ക് ഒരു ആന്റി ഉണ്ടായിരുന്നു, 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. She was part of our team. ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിരുന്നു. She didn't have a passport. തനിക്കൊരു പാസ്പോർട്ട് ഒന്നും She didn't ഇല്ലായിരുന്നു. have even her birth certificate. തന്റെ ജനന സർട്ടിഫിക്കറ്റും ഇല്ലായിരുന്നു. Somehow she got the Aadhaar, I think. എങ്ങനെയോ ആധാർ കിട്ടി. But she traveled with me to our neighboring nation. എന്നാൽ നമ്മുടെ ഒരു അയൽ രാജ്യത്തിലേക്ക് എന്നോടൊപ്പം താൻ യാത്ര ചെയ്തു. Just because she believed in the Holy Spirit. താൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചതുകൊണ്ട് She മാത്രം. did not speak English. തനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയുകയില്ല. She didn't know Hindi like me. എനിക്ക് അറിയുന്നത് പോലെ ഹിന്ദി അറിയുകയില്ല. But she had the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവ് തനിക്കുണ്ടായി. She had a lot of sicknesses in her body. തന്റെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായി. Every time we had to take a train to the north of India, ഓരോ പ്രാവശ്യവും ഉത്തരേന്ത്യയിലേക്ക് ട്രെയിൻ എടുക്കുമ്പോൾ she had diabetes. തനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. And she had to take those injections on a regular frequency. ആ ഇഞ്ചക്ഷനുകൾ തുടർച്ചയായി തനിക്ക് എടുക്കണമായിരുന്നു. In those days we didn't have Google. ആ സമയത്ത് ഗൂഗിൾ ഒന്നും ഇല്ലായിരുന്നു. So we had to take the printout of the train stations where there was a stop more than 5 minutes or 10 minutes. അപ്പോൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് So that she can take her injection തന്റെ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് before she had her food. അതിന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാകെ. In those days we didn't have all those facilities that we have right now. ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പലതും ആ സമയത്തില്ലായിരുന്നു. Of the ice boxes. ഐസ് ബോക്സ് ഇല്ലായിരുന്നു. Or all those fancy things that we have right now. ഇപ്പോൾ സഹായകരമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. So Linz will go hunting for the ice cubes in the station where we had that facility. ലിൻസ് ആ സമയത്ത് ആ സ്റ്റേഷനിലെല്ലാം അങ്ങനെ സൗകര്യമുള്ളിടത്ത് ഐസ് ക്യൂബ് കിട്ടാനായിട്ട് Or പോകുമായിരുന്നു. one of our team members will go to collect the ice cubes. അല്ലെങ്കിൽ ആ ഐസ് കട്ടകൾ കിട്ടുവാനായിട്ട് ഞങ്ങളുടെ ടീമിലെ ഒരു വ്യക്തി പോകും. And then while I would tell her, please take your injection, because I had to watch for her to
to making sure that she was taking her injection well. അപ്പോൾ ഞാൻ പറയും ആ ഇഞ്ചക്ഷൻ എടുത്തോളൂ എന്ന് ഞാൻ പറയും. That auntie is no more, ആ ആന്റി ഇപ്പോഴില്ല, but she did her work very well. എന്നാൽ തന്റെ വേല താൻ വളരെ നന്നായി ചെയ്തു. Tell your neighbor, get ready for harvest. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങുക. Let's not sleep over the harvest. നമ്മൾ ഈ കൊയ്ത്തിന്റെ സമയത്ത് ഉറങ്ങരുത്. Let us get ready for our growth phase. നമ്മുടെ വളർച്ചയുടെ കാലത്തിലേക്ക് നമുക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കാം. In Corinthians it says the Lord gives bread to the eater and seed to the sower. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് കഴിക്കുന്നവന് ദൈവം ആഹാരവും അതോടൊപ്പം തന്നെ വിതയ്ക്കുന്നവന് ദൈവം വിത്തും നൽകുന്നു. So the Lord is gracious. He will give you bread to eat. അതുകൊണ്ട് ദൈവം കൃപാലുവാണ്. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ദൈവം നൽകും. But it is also important to know which is the bread and which is the seed. എന്നാൽ ഏതാണ് വിതയ്ക്കേണ്ടത്, വിത്ത് ഏതാണ്, ഏതാണ് അപ്പം എന്നുള്ളത് അറിയേണ്ട ആവശ്യമാണ്. In a harvest every seed is not supposed to be planted. എന്നാൽ ഒരു കൊയ്ത്തിന്റെ സമയത്ത് എല്ലാ വിത്തും നടുവാനുള്ളതല്ല. Some of it is for you to eat. ചിലത് നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ളതാണ്. But in a harvest not everything is to be eaten. എന്നാൽ കൊയ്ത്തിന്റെ സമയത്ത് എല്ലാം കഴിക്കുവാനുള്ളതല്ല. Some of it has to be harvested. ചിലത് തീർച്ചയായും നടുവാനുള്ളതാണ്. Yeah, so you need to know which is to be planted, which is to be eaten. ഏത് കഴിക്കുവാനുള്ളത്, ഏത് നടുവാനുള്ളത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. The Bible also says തിരുവചനം പറയുന്നു that in a harvest, കൊയ്ത്തിന്റെ സമയത്ത്, in Leviticus 19, ലേവ്യ പുസ്തകത്തിന്റെ 19-ാം അധ്യായം, that every seed ഓരോ വിത്തും or every crop ഓരോ വിളയും was also to be left for the foreigner or the widow or the strangers in the land. അത് വിധവമാർക്ക്, പരദേശികൾക്ക് എല്ലാം അവർക്ക് വേണ്ടി വെക്കണമെന്ന് പറയുകയാണ്. Yeah, so the seed is not just for us. അതുകൊണ്ട് ഈ വിത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. Because of which Ruth was able to step into her destiny. അതുകൊണ്ടാണ് റൂത്തിന് തന്റെ ദൈവ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത്. God put this principle into the Bible. ദൈവം ഈ പ്രത്യേകമായിട്ടുള്ള തത്വം തിരുവചനത്തിൽ വെച്ചത് so that we can remember the needy around us. നമ്മുടെ ചുറ്റും ആവശ്യത്തിലായിരിക്കുന്നവരെ ഓർക്കുവാൻ വേണ്ടി കൂടിയാണ്. I remember this particular situation. ഞാൻ ഓർക്കുന്നു ഈ പ്രത്യേക സാഹചര്യം. I think it was in 2016 2016 ഞാൻ വിശ്വസിക്കുന്നു, or 17. അല്ലെങ്കിൽ 17. Many of us are not we don't have a salary, ഞങ്ങളിൽ പലർക്കും ശമ്പളമില്ല. so we don't have a steady income. അതുകൊണ്ട് വളരെ തനത അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു വരവ് ഇല്ല. Where you can plan your future. നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെ പ്ലാൻ ചെയ്യുവാനാണ്. So in 2017 I think 2017 I was telling the Lord this particular statement. ഞാൻ ഈ ഒരു വാചകം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു. Because quite a lot of people in our church were going through trouble. നമ്മുടെ സഭയിലെ പല വ്യക്തികളും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. And I didn't have the money to help them. അവരെ സഹായിക്കുവാൻ എനിക്ക് പണമില്ലായിരുന്നു. So like the Israelites, ഇസ്രായേലിൽ പറഞ്ഞതുപോലെ when I was in Techno Park, ഞാൻ ടെക്നോ പാർക്കിലായിരുന്നപ്പോൾ I had the money, Lord Jesus. കർത്താവേ, എനിക്ക് പണമുണ്ടായിരുന്നല്ലോ. I was able to help a lot of people. എനിക്ക് ഒരുപാട് പേരെ സഹായിക്കുവാൻ കഴിയുമായിരുന്നല്ലോ. പണമുള്ളവന് മനസ്സില്ല, മനസ്സുള്ളവന് പണവുമില്ല. Yeah, so I told the Lord, those that have the money don't have the mind, those that have the mind don't have the money. പണമുള്ളവന് മനസ്സില്ല, മനസ്സുള്ളവന് പണമില്ല. So I was so upset with the Lord. ഞാൻ കർത്താവിനോട് നീരസപ്പെട്ടു. I asked the Lord, this is so unfair. Can you just bless whoever needs to be blessed with money? അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ആർക്കെല്ലാം പണം ആവശ്യമുണ്ടോ അവരെ അനുഗ്രഹിക്കാമോ? Or can you move those hearts that have the money to help my people? അല്ലെങ്കിൽ കർത്താവേ, ആ പണമുള്ളവരുടെ ഹൃദയത്തോട് ഇടപെട്ട് കർത്താവേ, ആവശ്യമുള്ളവരെ ഒന്ന് സഹായിക്കാമോ? Within a week the Lord blessed me with some money. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ദൈവം അല്പം പണം എനിക്ക് തന്നു. But when money comes you forget your commitment. എന്നാൽ പണം വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോകും. ഡയലോഗ് അടിക്കാൻ ഭയങ്കര സ്മാർട്ടാ, പക്ഷെ അവസാനം സാധനം വന്നപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം മറന്നുപോയി. So I was like, I forgot my commitment. അപ്പോൾ ഞാൻ ചിന്തിച്ച അല്ലെങ്കിൽ എൻ്റെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ മറന്നുപോയി. And the person who blessed me told me that this is going to be coming regularly. അപ്പോൾ എന്നെ ആ ബ്ലസ് ചെയ്ത വ്യക്തി പറയുകയാണ്, ഞാനിത് നിരന്തരമായി ഞാൻ തരാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, കാരണം ഞാൻ ഈ പാഠം പഠിച്ചിട്ടുള്ളതാ. കാരണം because in the past whenever I have depended on somebody that money has stopped. മുമ്പ് ആരെങ്കിലും ഞാൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം നിന്നിട്ടുണ്ട്. So I told the Lord, okay, whatever this person said, I trust in you. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാൽ ഞാൻ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു. But the second month and the third month this money still came. അപ്പോൾ രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം ഒക്കെ ഈ പണം ഇങ്ങനെ വരുന്നുണ്ട്. The Holy Spirit in his faithfulness പരിശുദ്ധാത്മാവ് തന്റെ വിശ്വസ്തതയിൽ reminded me of my dialogue. എന്റെ ഡയലോഗ് ഓർമ്മിപ്പിച്ചു. പണമുള്ളവന് മനസ്സില്ല, മനസ്സുള്ളവന് പണമില്ല.
Yeah. And then I said, okay, God, I'm sorry. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. Why am I saying this? ഞാനിത് എന്തുകൊണ്ട് പറയുന്നു? The Bible has a principle of a harvest തിരുവചനം കൊയ്ത്തിൻ്റെതായിട്ടുള്ള ഒരു തത്വത്തെ കുറിച്ച് പറയും. where we have to remember the people in the need. അവിടെ ആവശ്യമുള്ള വ്യക്തികളെ നാം ഓർക്കണം എന്നുള്ളത്. The Lord gives us seed to also sow. ദൈവം നമുക്ക് വിത്ത് വിതയ്ക്കാനും നൽകുകയാണ്. It doesn't matter how small it might be. അത് എത്ര ചെറുതാണോ എന്നുള്ളതൊന്നും കാര്യമല്ല. A seed is as small as it can be. ആ വിത്ത് എന്ന് പറയുന്നത് എത്രമാത്രം ചെറുതാണോ അതുപോലെ തന്നെ അതായിരിക്കുവാനും കഴിയും. But it can bear much fruit. എന്നാൽ അതിന് വലിയ ഫലം കായ്ക്കുവാൻ കഴിയും. Tell your neighbor, sow when you have to sow. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കണമെന്ന് പറഞ്ഞാട്ടെ. Tell your neighbor, eat when you have to eat. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, കഴിക്കേണ്ട സമയത്ത് കഴിക്കണമെന്ന് പറഞ്ഞാട്ടെ. People like me can be very stingy in spending for ourselves. അപ്പം എന്നെ പോലുള്ള വ്യക്തികൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവാക്കാനായിട്ട് ഭയങ്കര പിശുക്കിയാവാൻ ചാൻസ് ഉണ്ട്. I don't buy clothes for myself. ഞാൻ എനിക്ക് വേണ്ടി വസ്ത്രമൊന്നും അങ്ങനെ മേടിക്കാറില്ല. I'm quite stingy about it. ആ കാര്യത്തെ കുറിച്ച് എനിക്ക് വലിയ പിശുക്കാണ്. Not that I have a problem, എനിക്ക് പ്രശ്നമുണ്ടായിട്ടല്ല, but that's the way that I'm wired. ഞാൻ സ്വാഭാവികമായി ചിന്തിക്കുന്ന രീതി അങ്ങനെയാണ്. The Lord had to rebuke me for that. അതിനുവേണ്ടി കർത്താവിനെ ശകാരിക്കേണ്ടി വന്നു. One day the Lord told me, ഇച്ചിരി ഡീസെന്റ് ആയിട്ട് നടക്കുന്ന എനിക്ക് നല്ലതാണ്. അതെ, കർത്താവിന് നല്ലതാണ്, എനിക്കല്ല, കർത്താവിന് നല്ലതാണ്. And I was like, man, my representation is so bad that the Lord had to rebuke me. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവത്തെ ഞാൻ പ്രതികരിക്കുന്നത് അയ്യോ വളരെ മോശമായിട്ടാണല്ലോ. ആ കാര്യത്തെ കുറിച്ച് ദൈവത്തിനെ ശകാരിക്കേണ്ടി വന്നു. So there is a bread that you will have a seed for your bread, you will also have seed to sow. അപ്പോൾ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി അപ്പത്തിന് വേണ്ടിയുള്ള വിത്തുമുണ്ട്, എന്നാൽ വിതയ്ക്കുവാൻ വേണ്ടിയുമുള്ള വിത്തുമുണ്ട്. And it might not be the beggars around you, it can be even the family in the church that is in need. അത് ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ഭിക്ഷക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ചുറ്റും ആവശ്യമുള്ള കുടുംബത്തിലെ അംഗങ്ങളായിരിക്കാം. It can be your own family members, നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളായിരിക്കാം, your cousins, your family members, whoever is in need. നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം. And I'm not talking just about financial blessings. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. I'm also talking about encouraging each other. അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. Can be a word of encouragement. അത് പ്രോത്സാഹനത്തിന്റെ ഒരു വാക്കായിരിക്കും. Nowadays we are all deprived of words of encouragement. ഇപ്പോൾ നാം എല്ലാവരും ഈ പ്രോത്സാഹനത്തിന്റെ വാക്കുകളുടെ കാര്യത്തിൽ വലിയ കുറവാണ്. Sow that seed of word of encouragement. ആ ഒരു പ്രോത്സാഹനത്തിന്റെ വാക്ക് എന്നുള്ള വിത്ത് നിങ്ങൾ വിതയ്ക്കുക. Tell your wife how good she cooks. നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞാട്ടെ, അതായത് എത്ര നന്നായിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. Yeah, don't deprive them of those words of encouragement. അപ്പോൾ ആ നല്ല വാക്കുകൾ ഒരിക്കലും കുറച്ച് പോകരുത്. Wives, tell your husbands how much you admire them. ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറഞ്ഞാട്ടെ എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ അവരിൽ സന്തോഷിക്കുന്നു എന്നുള്ളത്. കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയത്തില്ല. Only when somebody passes on or when you don't have that person in your life will you really miss that person. പലപ്പോഴും ആ വ്യക്തികളെല്ലാം കടന്നു പോകുമ്പോഴാണ് അവരെ കുറിച്ചുള്ള വില നമുക്ക് മനസ്സിലാകുന്നത്. And so value each other. അതുകൊണ്ട് അന്യോന്യം നിങ്ങൾ വില കൽപ്പിക്കുക. Get ready for your harvest. നിങ്ങളുടേതായിട്ടുള്ള കൊയ്ത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക.